ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിവിൻ പോളി നായകനെ അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിരളെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് സർവമായ. 4ാം വാരത്തിലേക്ക് കടന്നിരിക്കുന്ന 4ാമത്തെ വ്യാഴാഴ്ച കൂടിയ 22ാം ദിവസമായി ഇന്ന് ഈ സിനിമ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഈ സിനിമയുടെ കളക്ഷനിൽ വർധനവ് വന്നിട്ടുണ്ട്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 94 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തതെങ്കിൽ ഇന്ന് 1 കോടിക്ക് മുകളിലാണ് കേരളത്തിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ബുധനാഴ്ച വരെയുള്ള ആദ്യ 21 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്യുന്നത് 68 കോടി 89 ലക്ഷം രൂപയാണ്. 22ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയോടെ ഈ സിനിമ കേരളത്തിൽ 69 കോടി 90 ലക്ഷം റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 137 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. നിഖില വിമൽ നായികയായി ഫെബിൻ സിത്താർ സംവിധാനം ചെയ്ത് ജനുവരി 10 ശനിയാഴ്ച തിരഞ്ഞെടുത്തിയ മലയാള സിനിമയാണ് പെണ്ണുകേസ്. അജു വർഗീസ്, രമേശ് പിഷാരടി, ഹക്കിം ഷാ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ചിത്രം ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 5 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടി 28 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ വ്യാഴാഴ്ചയും 6ാം ദിവസം കൂടിയായ ഇന്ന് ഈ സിനിമ കേരളത്തിൽ 13 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 1 കോടി 40 ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമയുടെ 6 ദിവസത്തെ കേരള കളക്ഷൻ. 6 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1 കോടി 90 ലക്ഷം റേഞ്ചിലാണ്. കാർത്തി നായകനായി നളൻ കുമാരസ്വാമി തിരക്കഥ ചെയ്ത് സംവിധാനം ചെയ്ത് പൊങ്കൽ റിലീസായി ഇന്നലെ ജനുവരി 14 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത തമിഴ് സിനിമയാണ് വാ വാത്തിയാർ. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ കൃതി ഷെട്ടി, രാജ്കിരൺ, സത്യരാജ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ആദ്യ ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 13 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ തമിഴ്നാട്ടിൽ 2 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷനായി ഈ സിനിമ 3 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 2 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5 കോടി റേഞ്ചിലാണ്. ജീവ നായകനായി നിതീഷ് സഹദേവ് സംവിധാനം ചെയ്ത തലൈവർ തമ്പി തലൈമയിൽ എന്ന തമിഴ് സിനിമ ഇന്ന് തിയേറ്ററിലെത്തിയിരുന്നു. ഈ സിനിമ ആദ്യ ദിവസമായ ഇന്ന് വ്യാഴാഴ്ച കേരളത്തിൽ 10 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തമിഴ്നാട് കളക്ഷനായി ഇന്ന് 3-3.5 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 5 കോടിയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രഭാസ് നായകനായി മാരുതി തിരക്കഥ ചെയ്ത് സംവിധാനം ചെയ്ത് ജനുവരി 9 പൊങ്കൽ സംക്രാന്തി റിലീസായി തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് രാജാസാബ്. ചിത്രം ഇന്ന് വ്യാഴാഴ്ചയുടെ 7 ദിവസമാണ് പിന്നിട്ടിരിക്കുന്നത്. 6ാം ദിവസം ഇന്നലെ ബുധനാഴ്ച ഈ സിനിമ കേരളത്തിൽ 3 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 6 ദിവസം കൊണ്ട് 55 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 149 കോടി കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് 33 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 182 കോടി രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി നേടിയെടുത്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4-4.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ ഒരാഴ്ച പിന്നിടുമ്പോൾ 186-187 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ശിവകാർത്തികേയൻ നായകനായി സുധാ കൊങ്കര തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 10 ശനിയാഴ്ച പൊങ്കൽ റിലീസായി തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് പരാശക്തി. ചിത്രം 5ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 10,70,000 രൂപയാണ്. അങ്ങനെ ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 1 കോടി 20 ലക്ഷം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. 5 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 36 കോടി 45 ലക്ഷം രൂപയും വിദേശ കളക്ഷൻ 21 കോടി രൂപയുമാണ്. ഇന്നലെ ബുധനാഴ്ച വരെ ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത് 57 കോടി 45 ലക്ഷം രൂപയാണ്. 6ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3-3.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 6 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 61 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ചിരഞ്ജീവി നായകനായി അനിൽ രവിപുടി തിരക്കഥ ചെയ്ത് സംവിധാനം ചെയ്ത് സംക്രാന്തി റിലീസായി ജനുവരി 12 തിങ്കളാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് മന ശങ്കരവര പ്രസാദ് ഗരു. ഈ സിനിമ തിങ്കൾ ചൊവ്വ ബുധൻ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 5,75,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ ഇന്ന് വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 121 കോടി 15 ലക്ഷം രൂപയും വിദേശത്ത് നിന്ന് 30 കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. 151 കോടി 15 ലക്ഷം രൂപയാണ് ആദ്യ 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. ഡിസംബർ 5 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. ഈ സിനിമ 41ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 6 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 7 കോടി 96 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 41 ദിവസത്തെ കേരള കളക്ഷൻ. 42ാം ദിവസമായ വ്യാഴാഴ്ചയോടെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 8 കോടി റേഞ്ചിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. 41 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് 976 കോടി 30 ലക്ഷം രൂപയാണ്. 293 കോടി രൂപ വിദേശത്ത് നിന്ന് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 41 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 1269 കോടി 30 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.